ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ബാലൻ അറിയാണ് നമ്മുടെ ധർമ്മനാണ് ആ ഒരു സ്ഥലത്ത് കട തുടങ്ങിയിരിക്കുന്നത്. അതും ഇന്ദിര സ്റ്റോഴ്സ്, ഗോമതി സ്റ്റോഴ്സ് പോലെ തന്നെ ഒരു സ്റ്റോഴ്സ്, ഇന്ദിര സ്റ്റോഴ്സ്. ഇതറിയുന്ന ബാലന് ആകെ ദേഷ്യം വന്ന് കടയിലേക്ക് പോയിട്ട് ആനന്ദിനോടും രാമേട്ടനോടൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല, ധർമ്മൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ മിത്ര പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ബാലൻ വേഗം വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് കുറച്ച് കുടിച്ചിട്ട് ബാക്കി ആ വെള്ളത്തിന്റെ ഗ്ലാസ് നിലത്തിട്ട് എറിഞ്ഞു പൊട്ടിക്കാണ്. ഗോമതി അവിടേക്ക് വരുന്നുണ്ട്. എന്താ ബാലേട്ട, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയണ്ട, നിന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഈ ചതിയും വഞ്ചനയൊക്കെ പറഞ്ഞിട്ടുള്ളതാണോ? അല്ല ബാലേട്ടൻ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ല, നിന്റെ ചേട്ടന്മാർ രണ്ടും ചതിയനാണ്, പക്ഷെ നിന്റെ അനിയൻ അവനെ ഞങ്ങളല്ലേ, നമ്മളെ രണ്ടുപേരും കൂടെ അല്ലേ ഗോമതി വളർത്തിയത്. പക്ഷെ ചതി അത് അവന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി. ബാലട്ടൻ എന്താ തെളിച്ചു പറ, ധർമ്മൻ എന്ത് ചെയ്തു എന്നാ പറയണത്? നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന്റെ തൊട്ടപ്പുറത്തെ ഒരു പുതിയ കട വരുന്നത് ഞാൻ പറഞ്ഞില്ല തന്റെ അടുത്ത്? പറഞ്ഞിരുന്നു. എങ്കിലേ അറിഞ്ഞോ, ആ കട മേടിച്ചതും അത് നടത്തിക്കൊണ്ടുപോണതും ആരാന്നറിയാവോ? ധർമ്മനോ? അതെ, അതും ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു പലചരക്ക് കട. ധർമ്മന ആ കടയുടെ പേര് ഇന്ദിര സ്റ്റോഴ്സ്. ഈശ്വര, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അവൻ നമ്മുടെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ ബാലേട്ടാ. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം നമുക്ക്? അവൻ നമ്മൾക്ക് ചതിച്ചു, നമ്മുടെ തലയെ കയറി നമ്മളെ ചതിച്ചു, മണ്ണിനടിയിലേക്ക് താഴ്ത്തിയ പോലെയായി. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ബാലന് ആകെ ദേഷ്യപ്പെടുവാട്ടോ. ആ സമയത്ത് നമ്മുടെ ധർമ്മനാണെങ്കിൽ കടയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ദേ അമ്മയുടെ പേരുള്ള കടയുടെ ഉദ്ഘാടനത്തിന് ഞാൻ നിന്നത്, ഇനി ഈ കടയിൽ ഞാൻ നിൽക്കേണ്ട ആവശ്യവും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ധർമ്മൻ ഇറങ്ങിപ്പോവാണ്. അപ്പൊ സുകന്യ പറഞ്ഞിട്ട്, അച്യുതേട്ടൻ വിഷമിക്കേണ്ട, ഈ കടയിലെ കൗണ്ടറിൽ ഞാൻ നിൽക്കും, ഞാൻ കച്ചവടവും കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, ധർമ്മേട്ടൻ നോക്കിയാവുന്നവരെ ഞാൻ ഇരുന്നോളാം. അത് കേൾക്കുന്ന അച്യുതൻ പറയണ്ട്, അത് നല്ല കാര്യമാണ് സുകന്യെ, നീ തന്നെ ക്യാഷ്യറിൽ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് സുകന്യനെ അവിടെ പിടിച്ചിരുത്തുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സുകന്യാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെയൊക്കെ വളച്ചിങ്ങനെ എടുക്കുക കേട്ടോ. അതെ, അപ്പുറത്ത് ബാലന്റെ സ്റ്റോഴ്സ് ഉണ്ടല്ലോ, ഗോമതി സ്റ്റോഴ്സ്, അതൊന്നും കൊള്ളില്ല. അവിടുത്തെ അരിയൊക്കെ വില കുറച്ച് കിട്ടുന്ന അരി എവിടെ നിന്നൊക്കെ വാങ്ങിച്ച് വിൽക്കുകയാണ് അവര്. അതൊന്നും അല്ല, ദേ ഇവിടത്തെ അരി ഉണ്ടല്ലോ, സൂപ്പർ ഒറിജിനൽ അരി. ദേ പഞ്ചസാര, പലചരക്ക് സാധനങ്ങളെല്ലാം, ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഭയങ്കര ഫ്രഷ്. പിന്നെ മീൻ ഞങ്ങൾ ഉടനെ തുടങ്ങുന്നുണ്ട്, ഫിഷ് എല്ലാം തുടങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കട തന്നെ വാങ്ങിക്കണം കേട്ടോ. പിന്നെ ഓണം, വിഷു, ക്രിസ്മസ് എന്ത് വന്നാലും ഞങ്ങൾ ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കട തന്നെ വരണം കേട്ടോ എന്നൊക്കെ പണ്ട് കസ്റ്റമറെ വല വീശുകൾ പിടിക്കാണ് സുകന്യ. ധർമ്മനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ധർമ്മനാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് വീട്ടിലേക്ക് പോയിട്ട് അവിടെ അങ്ങനെ മുറ്റത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആനന്ദ് മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ധർമ്മനെ കാണുമ്പോൾ ആനന്ദ് വേഗം തന്നെ മതിലിൽ അവിടേക്ക് വരണം. ധർമ്മമാമ, മാമ ഇങ്ങോട്ട് വന്നേ. ആനന്ദേ എടാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മതിലിൽ അവിടേക്ക് വരുന്നുണ്ട്. ഭാഗ്യം ഇന്ന് ഇവിടെ ആരുമില്ല. എന്നാലും ധർമ്മമാമ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു കേട്ടോ. എങ്ങനെ തോന്നി ധർമ്മമാമ അവിടെ അങ്ങനത്തെ ഒരു കട തുടങ്ങാനായിട്ട്? അയ്യോ സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നടാ. ദേ എല്ലാം അച്യുതേട്ടന്റെ വിനയാണ്. എനിക്ക് വേണ്ടി ഒരു കട തുടങ്ങാൻ പോണു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല. ദേ ഇന്നലെ വന്ന് പറയണം ഇന്ന് കടയുടെ ഉദ്ഘാടനമാണെന്ന്. ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ നോക്ക്. എങ്കിലും മനസ്സിലോടെ ഞാൻ അവരുടെ കൂടെ പോയി. അവിടെ പോയപ്പോഴാണ് നമ്മുടെ രാഘവേട്ടന്റെ സ്ഥലമാണ് അവർ വാങ്ങിച്ചതും അവിടെയാണ് കട നടത്തുന്നത് മനസ്സിലായത്. എടാ അതെനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ അവിടെ ഉദ്ഘാടനത്തിന് നിന്നത് മാത്രമേ ഉള്ളൂ. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്ത്. ആ സുകന്യാണ് ഇപ്പൊ അവിടെ കൗണ്ടറിൽ ഇരിക്കുന്നത്. അവൾ കട നടത്തുകയോ കട നിർത്തി പോകുകയോ എന്ത് വേണേലും ചെയ്യട്ടെ, എനിക്കിതിൽ ഒരു മനസ്സിലിവും ഇല്ലടാ. ഇത് കേൾക്കുന്ന ആനന്ദ് പറയണ്ടേ, എന്തായാലും അച്ഛനും അമ്മക്കൊക്കെ വല്ലാത്ത വിഷമമായി. അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് ഞാൻ കാണുന്നത്. അളിയൻ വിചാരിച്ചു കാണും ഞാൻ ചതിച്ചു എന്നല്ലേ. പിന്നെ അങ്ങനെയല്ലേ മാമ വിചാരിക്കുള്ളൂ. അത് അച്ഛനെന്നല്ല, ആരിത് കണ്ടാലും അങ്ങനെ വിചാരിക്കുള്ളൂ. നമ്മുടെ കടയിൽ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ പറയാണ് നമ്മൾ തമ്മിൽ വഴക്കായിട്ട് ധർമ്മം പുതിയൊരു കട തുടങ്ങി നിങ്ങളെ ചതിച്ചു എന്നൊക്കെ. അത് മാത്രല്ല, ഇന്നാണെങ്കിൽ ഒരാള് പോലും ഇതുവരെ കടയിൽ വന്നിട്ടില്ല. ആണോ? അതെ. പിന്നെ അവിടെ അത്രമാത്രം ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യാനാടോ? ഒന്നത്തെ കാര്യം, അമ്മയുടെ പേരാണ് ആ കട തുടങ്ങിയിരിക്കുന്നത്. അത് തന്നെ ചതിയാണ്. അമ്മയുടെ പേരിൽ എന്തിനാ തുടങ്ങിയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയുടെ പേരിലാകുമ്പോൾ ഞാനൊന്നും പറയില്ലല്ലോ. എന്തായാലും ആ കടയിൽ ഞാൻ കേറില്ല, കാലുകുത്തില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്. എന്റെ മാമ ഇനി ആ കടയിൽ കാലു കുത്താത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? എന്തായാലും നടക്കേണ്ടതൊക്കെ നടന്നു. അച്ഛനെ അമ്മേനെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. മാമൻ ചതിക്കില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാലും പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോഴേക്കും ആകെ ഒരു വിഷമവും ടെൻഷനായി പോയി. എടാ എനിക്ക് അറിയാടാ, ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ നിന്നിട്ട് എടാ കച്ചവടം പഠിച്ചതും അവിടുത്തെ ഉപ്പും ചോറും കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആയത്. അല്ലാതെ എന്റെ ഏട്ടന്മാര് വളർത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. എടാ നീ ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. 10-20 വർഷം ഞാൻ അളിയന്റെയും അതുപോലെ തന്നെ എന്റെ പെങ്ങളുടെയും മകനായിട്ട് ജീവിച്ചതല്ലേ അവിടെ. ഞാൻ അവരെ ചതിക്കോടാ, അങ്ങനെ എനിക്ക് കഴിയോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മനൊക്കെ വിഷമിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ടോ ആനന്ദി ഈ കാര്യം നമ്മുടെ ബാലനോടും ഗോമതി എടുത്തും പറയുന്നുണ്ട്.
പക്ഷേ അവരതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. ബാലൻ പിന്നെയും കുറച്ച് വിശ്വസിക്കുന്നുണ്ട്, ഗോമതി വിശ്വസിക്കുന്നേ ഇല്ല. ഇല്ല, ഇതവൻ മനഃപൂർവ്വം ചെയ്തതാണ് നമ്മളെ ചതിക്കാനായിട്ട്. എന്നാലും ധർമ്മൻ ഇങ്ങനെ ആയി പോയല്ലോ, ഞാനാണ് അവനെ വളർത്തിയത്, എന്നിട്ട് അവൻ ഇങ്ങനത്തെ വഴിതെറ്റി പോയല്ലോ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ബാലേട്ടാ. എന്നാലും അവൻ എന്താ ബാലേട്ട നമ്മുടെ അടുത്ത് ഇങ്ങനെ ചെയ്തത് ബാലേട്ട എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രണ്ട് വർത്താനം അവനോട് പറയണ്ടേ. എടാ ആനന്ദി, അവനവിടെ പുറത്തുണ്ടോടാ? ആ ഉണ്ട് അമ്മേ, വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ട. ഞാനൊരു പ്രശ്നത്തിന് പോകണില്ല, പക്ഷെ എനിക്കത് ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. എടാ ധർമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി വിളിച്ചു പോവാണ്. ധർമ്മൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഗോമതി പറഞ്ഞ നാണമുണ്ടോ നിനക്ക്, ഉളുപ്പുണ്ടോടോ നിനക്ക്? എന്നാലും ബാലേട്ടൻ ജീവിച്ചിരിക്കുമ്പോ നീ ബാലേട്ടനെ ശവമടക്ക നടത്തിയ പോലെ ആയി പോയടാ ഇത്. ബാലേട്ടനെ മാത്രല്ല ഈ ചേച്ചീനെ, നിന്നെ വളർത്തി ഇത്രയും ആക്കിയനെ നീ ഇങ്ങനെ തന്നെ തരണോടാ. നിന്റെ അടുത്ത് ഒരു പൈസ കാണാതെ പോയപ്പോ ഒരു ചോദ്യം ചോദിച്ചു, എടാ ധർമ്മ നീ അത് കണ്ടിരുന്നോ, നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടി, അത് നീ കട്ടെടുത്തൊന്നും വിചാരിച്ച് ചോദിച്ചതല്ല, നീ അത് ആ പൈസ എടുത്തോ അങ്ങനെ വിചാരിച്ച് ചോദിച്ചതാണ്. അത് മനസ്സിലാക്കാൻ പറ്റാതെ നീ ഇങ്ങനെയൊക്കെ ചതിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും ധർമ്മ നിന്നെ നമിച്ചു, നിനക്ക് അച്യുതേട്ടന്റെ അതേ സ്വഭാവമാണ്, എന്റെ ഏട്ടന്മാരുടെ അതേ സ്വഭാവം. എന്നാലും ഇതിനേക്കാൾ നല്ലത് ഞങ്ങളെല്ലാരും കൊല്ലണതായിരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി അകത്ത് കയറി പോകണം. ഇപ്പൊ രാഗിക്കൊണ്ട് അകത്ത് കയറി പോകണം. ധർമ്മന വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ആവുമ്പോ ഒരു 7 മണിയൊക്കെ ആവുമ്പോ കടയൊക്കെ അടച്ച് നമ്മുടെ സുകന്യ വരുന്നുണ്ട്. ധർമ്മേട്ടാ ഇന്ന് കടയിൽ അപാര കച്ചവടമായിരുന്നു കേട്ടോ, ഒന്നും പറയണ്ട. പിന്നെ നമ്മുടെ ബാലേട്ടന്റെ കടയിൽ നിന്ന് ആരും പോയില്ലെന്നാ പറഞ്ഞത്, 5ഓ 6ഓ പേര് പോയുള്ളൂ. നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ദേ എന്റെ ഏട്ടന്മാർക്ക് ബിസിനസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒരു പണത്തിനും സ്വർണത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ അപ്പുറത്തെ അളിയൻ ആ പലചരക്ക് കട വെച്ചിട്ടാണ് അവർ അത്രയും പേര് കഴിയണത് മാന്യമായിട്ട്. അവരുടെ കണ്ണികളാണല്ലോട് ഈ മണ്ണ് വാരി ഇട്ടത്. എന്റെ ധർമ്മേട്ട നിങ്ങൾ നന്നാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ അകത്ത് കയറി പോവാണ്. ധർമ്മൻ ഇങ്ങനെ ആലോചിക്കാണ്, ആ കട അവിടെ നിന്ന് പൊളിച്ചു കളഞ്ഞേ പറ്റൂ. എന്തൊക്കെ സംഭവിച്ചാൽ ശരി ആ കട അങ്ങനെ തുടർന്ന് പോകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കേസോ കാര്യങ്ങളുണ്ടാക്കി ആ കട ഒന്ന് നിർത്തിപ്പോണം. അതിനിപ്പോ എന്താ ചെയ്യാ, ആ കട കത്തിക്കേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ഏട്ടന്മാര് ഒരുപാട് പേരെ പറ്റിച്ചും പലിശക്കും കൊടുത്തുണ്ടാക്കിയ പണം കൊണ്ടിട്ടല്ലേ എനിക്ക് ആ കട വാങ്ങിച്ചത്. ഒരുപാട് പേരുടെ ശാപവും കണ്ണീരുമാണ് കട. എനിക്ക് ആ കട വേണ്ട. ആ കട കയറുമ്പോ തന്നെ ഒരു അവശകനം പോലെയാണ്. എനിക്ക് ആ കട വേണ്ട. എന്തായാലും പാവങ്ങളുടെ പലിശ പിരിച്ച് കടയുണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും ആ കട കൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കിയാൽ അത് നിലനിൽക്കില്ല. ആ കട കൊണ്ട് പൊളിച്ചു കളഞ്ഞാലോ, അല്ലെങ്കിൽ വേണ്ട കടയിൽ തീ പിടിച്ചെന്ന് പറഞ്ഞാലോ, അതാവുമ്പോഴേക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, താനാണെന്ന് ആരും അറിയത്തുമില്ല. ആ കട എന്തായാലും നശിന് പോയി കഴിഞ്ഞാൽ എന്തായാലും തൊട്ടടുത്ത് വേറെ കടയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലത്തെ ഒരു കട അവിടെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ മാസങ്ങൾ സമയമെടുക്കും. ഇനിയിപ്പോ അച്യുതേട്ടൻ അതിന് മുതിരുമെന്ന് തോന്നണില്ല, ലക്ഷക്കണക്കിന് രൂപ ഇനി അതിന് മുടക്കുമെന്നും തോന്നണില്ല. അപ്പോ അത് തന്നെ മാർഗം. അങ്ങനെ നമ്മുടെ ധർമ്മൻ ആ കട ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം തന്നെ ചെയ്യാട്ടോ. അങ്ങനെ ധർമ്മൻ ആ കടയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവായിട്ട് നമ്മുടെ ബാലന്റെയും ഗോമതിയുടെ അടുത്തേക്ക് വീണ്ടും വരുന്ന ഭാഗമാണ് നമ്മൾ ഇനിയിപ്പോ ഈ ആഴ്ച ലാസ്റ്റ് കാണാൻ പോണ കേട്ടോ. ധർമ്മൻ ആ കട നിർത്തിക്കും കേട്ടോ. ധർമ്മൻ തന്നെയാണ് ആ കട നിർത്തിക്കുന്നത്. പിന്നെ ആ കടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ സ്ഥലത്തിന്, അത് മീനാക്ഷി പറയുകയും ചെയ്യും. അപ്പൊ ആ ഭാഗങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോണത്. ഇത് ഏറെ കുറേശ്ശെ തമിഴിലുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. Bye bye.